ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവോണം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഇത് തിരുവോണം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഗുണകരം. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ 2025 ആണ്ട് ജൂൺ മാസത്തിൽ പിതാവിൻ്റെ ഭാവം അത്ര ഗുണകരമല്ല. പിതാവിന് ഒരു രോഗം ഉണ്ടാകാനുള്ള, അസുഖം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ള രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിതാവിൻ്റെ രോഗം നിങ്ങളുടെ മനസ്സ് സദാ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, മനസ്സ് അസ്വസ്ഥമാക്കും. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ സ്വജനങ്ങളുമായിട്ട് പിണങ്ങി കഴിയേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണുന്നുണ്ട്. വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും കടം വീട്ടുന്നതിനും മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നൊരവസ്ഥ ഉണ്ടാവും ഈ തിരുവോണം നക്ഷത്രക്കാർക്ക്. കർഷകർക്ക് കൃഷിയിൽ നിന്നും നേട്ടമുണ്ടാകുന്നൊരു സമയമാണ്. ഭൂമി ഇടപാടുകളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ തമ്മിൽ കലഹിക്കാനുള്ള സാധ്യതകളുണ്ട്. കുടുംബാന്തരീക്ഷം അല്പം മോശമായിരിക്കും നിങ്ങളുടെ. സ്ത്രീകളോട് വിധേയത്വം കാണിക്കുന്ന ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. എല്ലാ രംഗത്തും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമാണ് നിങ്ങൾക്ക് കാണുന്നത് മാസം അവസാനത്തോടുകൂടിയൊക്കെ ആകുമ്പോൾ. പൂർവിക സ്വത്തുക്കൾ കൈവശം വന്ന് ചേരാനുള്ള സാധ്യത ചില തിരുവോണം നക്ഷത്രക്കാർക്ക് ഉണ്ട്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസം. സന്താനങ്ങളുടെ പെരുമാറ്റം മനസ്സിന് ഇഷ്ടപ്പെടാവുന്ന രീതിയിലായിരിക്കണമെന്നില്ല. നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം മിക്കവാറും സന്താനങ്ങളുടെ പെരുമാറ്റം. നിങ്ങളുടെ ആത്മാർത്ഥത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടും. പരിശ്രമത്തിന് അനുസരിച്ചിട്ടുള്ള ധനലാഭം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയൊക്കെ ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി നിങ്ങളോട് വളരെ മോശമായിട്ടായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത്. അത് നിങ്ങൾക്കൊരു മാനസികമായിട്ടുള്ളൊരു സങ്കടമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ്. മാതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്ന സമയമാണ് ജൂൺ മാസം. ചില തിരുവോണം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗമുണ്ട്. സഹായ വാഗ്ദാനം നൽകുന്നവരുടെ പിന്മാറ്റം മാനസികമായിട്ട് സംഘർഷമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നൊരു സമയമാണ്. നിങ്ങളുടെ ആത്മാർത്ഥത, സുഹൃത്തുക്കളുടെ അകാല വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കുന്നൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ വളരെ കുഴപ്പമില്ലാത്തൊരു സുഹൃത്തിൻ്റെ ഒരു വിയോഗം നിങ്ങൾക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് നല്ല അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണകരമായ സമയമാണ് ഈ ജൂൺ മാസം. പൊതുവെ കാലം അത്ര കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. എന്നാലും ചില കാര്യങ്ങളിലുള്ള സങ്കടങ്ങൾ ഒഴിച്ചാൽ ഗുണകരമാണ്. ഇതിൽ നിന്നും മുക്തി നേടുന്നതിനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനുമായിട്ട് നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രം ചൊവ്വാഴ്ചകൾ ദർശിക്കുന്ന ഉത്തമമാണ്. ഭഗവാൻ നാരങ്ങാമാല കൊടുക്കുക, മറ്റ് യഥാവിധി വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലം ഒരുവിധം അനുകൂലമാണ്. ദോഷഫലങ്ങൾക്കൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ ഗുണകരമായി മാറട്ടെ, നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.